കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് EY എന്ന് പറഞ്ഞ കമ്പനിയിൽ ഏണസ്റ്റ് ആൻഡ് ദ യങ് എന്ന് പറഞ്ഞ കമ്പനിയിലെ 26 വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ മലയാളി പെൺകുട്ടി കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുന്നത്. അന്നയുടെ അമ്മ കഴിഞ്ഞ ദിവസം EY മേധാവിക്ക് എഴുതിയ ഒരു കത്താണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. അമിതമായിട്ടുള്ള ജോലി സമ്മർദ്ദം മൂലമാണ് തൻ്റെ മകള് മരണപ്പെട്ടതെന്ന് അതിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഇത് ജോലി ചെയ്യുന്നവരോടും ജോലി ചെയ്യിപ്പിക്കുന്നവരോടുമാണ്. നിശബ്ദനായിട്ടുള്ള കൊലയാളിയാണ് സ്ട്രെസ്. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് പോലെ പലപ്പോഴും പല ട്രെയിനിങ്ങുകൾ പോകുന്ന സമയത്തും അവിടെ ഹാർഡ് വർക്കേഴ്സിനെ കാണാൻ സാധിക്കാറുണ്ട്. ജോലിക്ക് സമയത്തിന് ശേഷവും എല്ലാ വർക്കുകളും സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്ന ജോലിക്കാർ സ്പെഷ്യൽ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജോലി ചെയ്യുന്ന ആൾക്കാർ. പല ആൾക്കാരും അതിന് നിർബന്ധിതരാവുകയാണ്. നഷ്ടപ്പെടുന്നത് ഉറക്കമാണ്, നഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്, നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യമാണ്, നഷ്ടപ്പെടുന്നത് നമുക്ക് ഏറ്റവും സുന്ദരമായി കിട്ടേണ്ട ക്വാളിറ്റി സമയമാണ് നമ്മുടെ ഫാമിലിയുടെ കൂടെ. ഈ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിൽ നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള നോ നമ്മുടെ കമ്പനിയോട് പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നമ്മുടെ ജോലിക്കാരോട് പറയേണ്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഇന്നത് ചെയ്യരുത്, നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു, നാളെ ചെയ്യുക.